ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ടീൻ വുൾഫിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ്. ഇത് അവസാനത്തെ എപ്പിസോഡാണ് ഈ സീസണിലെ. ഇപ്പോൾ സ്റ്റാർട്ട് സീനിലാണെങ്കിൽ ആലീസിനെ കാണിക്കുന്നു. ആലീസനും എല്ലാ സത്യമാണെങ്കിൽ മനസ്സിലാക്കിയിരിക്കുവാണ്. സ്കോട്ട് ഇത്രയും നാൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന തൻ്റെ വുൾഫ് എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റി ഇപ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ സ്കോട്ടിനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരിക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ ജാക്സൺ ആകട്ടെ ലിതിയനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയത്ത് പീറ്ററും സ്റ്റെയിനും കൂടെ അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു. നീ പേടിക്കണ്ട, അവൾ എന്തായാലും നിന്റെ കൂട്ടുകാരനെ രക്ഷിച്ചിരിക്കും, അതുപോലെ തന്നെ അവൾ വോൾഫായി മാറുകയും ചെയ്യുമെന്ന് പറയുന്നു. സ്റ്റെയിനാകട്ടെ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നു. ഇതേ സമയത്താണെങ്കിൽ ആർഗട്ടിനെ കാണിക്കുന്നു. ആർഗട്ട് ആകട്ടെ വളരെ ദേഷ്യത്തിലാണുള്ളത്. ഇപ്പം കേറ്റിൻ്റെ അടുത്ത് വളരെ ദേഷ്യത്തിൽ സംസാരിക്കുന്നു. നീ കാരണമാണ് അവളെല്ലാം തന്നെ അറിഞ്ഞതെന്ന് പറയുന്നു. കേറ്റു ഒന്നും അറിയാത്തതുപോലെ ഞാൻ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്നു. അതിന് ഇയാളും പറയുന്നു, നീയാണ് ആ നെക്ലസ് അവളെ കാണിച്ചു കൊടുത്തതെന്ന് പറയുന്നു. കേറ്റിനും വേറെ വഴിയില്ലാതെ സമ്മതിക്കുവാണ്, ശരിയാണ് ഞാനാണെല്ലാം ചെയ്തത്, എന്നാൽ അവളുടെ നല്ലതിന് വേണ്ടിയാണ് ഞാനെല്ലാം ചെയ്തതെന്ന് പറയുന്നു. ആർഗറ്റ് പറയുവാണ് എത്രയും വേഗം തന്നെ ഇവിടെ നിന്ന് ആലീസിനെ നീ വെളിയിൽ പോകണമെന്ന് പറയുന്നു. അതേ സമയത്താണെങ്കിൽ കേറ്റും പറയുവാണ് എന്നെ കൊണ്ട് പോകാൻ പറ്റത്തില്ല, ആൽഫനെ ആര് പിടിക്കും, ഇത്ര ആൾക്കാർ നമുക്കൊന്നില്ല എന്ന് ചോദിക്കുന്നു. ഇപ്പം ആർഗറ്റ് പറയുന്നു ചീഫിൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഡെറിക്കിൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരെ കൊന്നവരെ മാത്രമാണ് ആ വോൾഫ് വേട്ടയാടിയത്, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടപെടേണ്ടെന്ന് പറയുന്നു. എന്നാൽ കേറ്റിൻ്റെ മനസ്സ് മാറുന്നേയില്ല, ഞാൻ പോകത്തില്ലെന്ന് പറയുന്നു. നീ എന്തായാലും ആലീസിനെ കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഈ ആർഗറ്റ് ദേഷ്യപ്പെടുവാണ്. ഇതേ സമയത്ത് ആലീസിൻ്റെ അമ്മയാകട്ടെ ഇവൾക്ക് വേണ്ടി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തെടുത്ത് വെക്കുന്നു. ആലീസിൻ്റെ ഫോണാകട്ടെ ഇവളുടെ അമ്മയുടെ കയ്യിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഫോണിൽ ആരാ വിളിക്കുന്നതെന്ന് പോലും ഇവളുടെ അടുത്ത് പറയുന്നേ ഇല്ല. അമ്മ ആ ഫോണിൽ ആരാണ് വിളിച്ചതെന്ന് ചോദിക്കുന്നു. ഞങ്ങളെല്ലാവരും തന്നെ നിന്നെ രക്ഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കുറച്ച് നാളത്തേക്കെങ്കിലും നീ ഇവിടുന്ന് മാറി നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് ഇവളെ കൺവിൻസ് ചെയ്ത് ആ കേറ്റിൻ്റെ കൂടെ ആണെങ്കിൽ പറഞ്ഞാണെങ്കിൽ വിടുന്നു. ഇപ്പോൾ കേറ്റ് ആണെങ്കിലുണ്ട്, കേറ്റാണ് ഡ്രൈവ് ചെയ്യുന്നത്. ശരി, രണ്ടുപേരും അവിടെ എത്തിയിട്ട് വിളിക്കാൻ പറയുന്നു. ഇവിടെ കേറ്റും ആലിസനും ആണെങ്കിൽ അവിടുന്ന് പോകുന്ന പോലെ കാണിക്കുന്നു. ഇതേ സമയത്താണെങ്കിൽ ഇവിടെ ആകട്ടെ നമ്മുടെ പീറ്റർ ആണെങ്കിൽ സ്റ്റെയിനെ കൂട്ടിക്കൊണ്ട് ഒരു കാറിൻ്റെ അടുത്തേക്ക് വരുവാണ്. ഇപ്പോൾ ഇവൻ്റെ കാറാണ്. ഇവൻ്റെ കാറാണെങ്കിൽ തുറക്കുമ്പോഴേക്കും ആ കാറിൻ്റെ ഉള്ളിലാകട്ടെ ഇവൻ്റെ കൂടെ ഒരു നേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, ആ നേഴ്സിനെ കൊന്ന് ആ കാറിൻ്റെ ഡിക്കിൻ്റെ ഉള്ളിലുണ്ട്. ഇതേ സമയത്ത് അവിടെ നിന്ന് ലാപ്ടോപ്പ് എടുക്കുന്നു. ആ ഡിക്കിക്കുള്ളിൽ നിന്ന് സ്കോട്ടിൻ്റെ ആണെങ്കിൽ ലാപ്ടോപ്പ് ആണെങ്കിൽ പുറത്തേക്ക് എടുക്കുന്നു. ഇവിടെ സ്കോട്ടിനെ കാണിക്കുമ്പോൾ സ്കോട്ടിനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. സ്കോട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് സ്കോട്ടിൻ്റെ കാതിലാകട്ടെ ഡെറിക്കിൻ്റെ ശബ്ദം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഡെറിക്ക് എവിടെയുണ്ടെന്ന് സ്കോട്ടിനാണെങ്കിൽ മനസ്സിലാകുവാണ്. ഇപ്പോൾ ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് പീറ്ററിനെ കാണിക്കുന്നു. സ്കോട്ടിൻ്റെ ഫോൺ ഉപയോഗിച്ച് ഡെറിക്കിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാണെങ്കിൽ പീറ്റർ പറയുമ്പോഴേക്കും സ്റ്റെയിൻ ഒരു കാര്യം പറയുവാണ്, എന്നെക്കൊണ്ട് പറ്റത്തില്ല, കാരണമാണെങ്കിൽ സ്കോട്ടിൻ്റെ പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. എനിക്കറിയാം നീ കള്ളമാണ് പറയുന്നതെന്ന് പറഞ്ഞ് അവൻ്റെ തല ബോണറ്റ് ഇടിപ്പിക്കുന്നു. നീ എല്ലാവരെയും പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാൻ നോക്കേണ്ടതെന്ന് പറയുന്നു. ഇപ്പം ജാക്സൺ ഹോസ്പിറ്റലുണ്ടല്ലോ, സ്റ്റെയിൻ്റെ അച്ഛൻ വന്നിട്ട് ജാക്സനെ ചോദ്യം ചെയ്യുന്നു, ഇവൾക്ക് എന്താണ് സംഭവിച്ചത്, നീ എന്താണ് അവളെ ചെയ്തതെന്ന് ചോദിക്കുന്നു. ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല, ഇവളുടെ കൂടെ സ്റ്റെയിൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പം സ്റ്റെയിൻ്റെ അച്ഛൻ ഷോക്ക് ആകുവാണ് ഇത് കേട്ടിട്ട്. സ്റ്റെയിനാകട്ടെ കുറേ കഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മുടെ സ്കോട്ടിൻ്റെ ഫോൺ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. അതൊരു കാടിൻ്റെ ഉള്ളിലാണുള്ളത്, അവിടേക്ക് പോകാൻ എത്ര സമയം എടുക്കുമെന്ന് ചോദിക്കുന്നു. കുറച്ച് സമയം എടുക്കത്തുള്ളെന്ന് സ്റ്റെയിൻ ആണെങ്കിൽ ഇയാളോട് അടുത്ത് പറയുവാണ്. ഇതേ സമയത്താണെങ്കിൽ സ്കോട്ടാകട്ടെ അവസാനമാണെങ്കിൽ ഡെറിക്കുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നു. ഞാൻ വന്നുകൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞ് വൂൾഫിൻ്റെ ശബ്ദത്തിലാണെങ്കിൽ അവൻ ഒച്ച ഉണ്ടാക്കുവാണ്. ഇത് നമ്മുടെ ഡെറിക്കുവാണെങ്കിൽ കേൾക്കുന്നുണ്ട്. ആലീസനാകട്ടെ ഈ വിവരമൊക്കെ അറിഞ്ഞ് നേരെയാണെങ്കിൽ ലിതിയനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഇപ്പോൾ അവൾ കിടക്കുന്ന കണ്ടിട്ട് ആലീസിന് വളരെ വിഷമാകുവാണ്. അതുമാത്രമല്ലാതെ ഇതിനെല്ലാം തന്നെ കാരണം ആ വോൾഫാണ്, അതും ആൽഫയാണ്, നിൻ്റെ ബോയ് ഫ്രണ്ടാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് ഇവളെ ആണെങ്കിൽ കേറ്റ് എന്തൊക്കെയോ പറഞ്ഞ് വശത്താക്കുവാണ്. ഇതേ സമയത്ത് ഇവിടെ സീൻ കട്ടാക്കിയിട്ട് പീറ്റർ ആകട്ടെ ആ ഡെറിക്കുള്ള സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. ഇപ്പോൾ ഇവൻ്റെ കാറിൻ്റെ കീ ആണെങ്കിൽ മേടിച്ചിട്ട് ആ കീ ആണെങ്കിൽ ചളക്കിയാണെങ്കിൽ ഇവൻ്റെ കൈ കൊടുക്കുന്നു. ശരി, നീ എനിക്ക് കുറേ സഹായങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ, നിനക്ക് എന്തെങ്കിലും ഞാൻ തിരിച്ചു തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഞാൻ നിനക്കൊരു കടി തരാം, അതുകൊണ്ട് നീ ഒരു വൂൾഫായി മാറുമെന്ന് പറയുന്നു. അതിനുശേഷം നിന്റെ ഗേൾഫ്രണ്ടിൻ്റെ കൂടെ സന്തോഷത്തോടെ ഇരിക്കാമെന്ന് പറയുന്നു. എനിക്കതൊന്നും വേണ്ടെന്നാണ് ഗീവൻ പറയുവാണ്. ഇപ്പം പീറ്റർ ആണെങ്കിൽ അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകുന്നു. ഇപ്പം സ്റ്റെയിൻ നേരെ ചെല്ലുന്ന അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ്. അച്ഛനാകട്ടെ നല്ല വഴക്കാണെങ്കിൽ ഇവനെ പറയുന്നു. ഇപ്പം സ്റ്റെയിനും എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പം എങ്ങനെയൊക്കെയോ അവൻ്റെ അച്ഛനെ സമാധാനിപ്പിച്ചതിന് ശേഷം അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഡെറിക്കിൻ്റെ ഫാമിലിനെ കുറിച്ച് ചോദിക്കുവാണ്. അവൻ്റെ അച്ഛനും നിനക്കും ഡെറിക്കിനും എന്താണ് ബന്ധം, നിനക്ക് അവനെ അറിയാമെന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാൻ
കേട്ടിട്ടുണ്ട്. അച്ഛൻ പറ, ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത് ആരാണെന്ന് അച്ഛന് ക്ലൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ എനിക്കൊരു കാര്യം മാത്രമേ അറിയത്തുള്ളൂ, അതൊരു പെണ്ണാണ് ചെയ്തതെന്ന് പറയുന്നു. പെണ്ണോ, അവളുടെ പേരെന്താണ്, എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവളുടെ കയ്യിലാണെങ്കിൽ ഒരു നെക്ലസ് ഉണ്ടെന്ന് ചോദിക്കുന്നു. നെക്ലസോ, അതെന്ത് നെക്ലസ് ആണെന്ന് ചോദിക്കുന്നു. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛനും അവിടെ നിന്ന് പോകുവാണ്. ഇപ്പോഴാണ് ഒരു കാര്യം ആലോചിക്കുന്നത് ഇവൻ. ഡെറിക്കുള്ള സ്ഥലത്തേക്ക് പോകണമെന്ന് ഇപ്പോഴാണ് ഇവൻ ചിന്തിക്കുന്നത്. ഇതേ സമയത്ത് ഡെറിക്കിനെ കാണിക്കുമ്പോൾ ഒരാൾ വന്ന് ഡെറിക്കിൻ്റെ അടുത്ത് ഡയലോഗൊക്കെ പറയുകയാണ്. നിന്നെ നല്ലപോലെ അടിക്കാൻ പോവാണ്, സത്യമെല്ലാം പറയണമെന്ന് പറയുമ്പോഴേക്കും അവിടെ സ്കോട്ട് വന്ന് ഡെറിക്കിനെ രക്ഷിക്കുവാണ്. നീ എൻ്റെ കയ്യിൽ വിലങ്ങ് അയച്ചു വിടാൻ പറയുന്നു. അയച്ചു വിടാമെന്ന് എനിക്കൊരു പ്രോമിസ് ചെയ്യണമെന്ന് പറയുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്കാണെങ്കിൽ ആലിസിൻ്റെ ഫാമിലിനെ രക്ഷിക്കണം, അതിനുവേണ്ടി ആൽഫേനെ പിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ ഇവനാകട്ടെ, ഇല്ല അത് പറ്റത്തില്ല, നിനക്ക് ഭ്രാന്താണെന്ന് പറയുന്നു. ആ പെണ്ണിന് വേണ്ടി നിന്റെ ലൈഫ് തന്നെ നീ സ്പോയിൽ ചെയ്യാൻ പോകുവാണെന്ന് പറയുമ്പോഴേക്കും ഇവനാണെങ്കിൽ ഒരു കാര്യം പറയുവാണ്. ഒരു പ്രിൻ്റ് ഔട്ട് ആണെങ്കിൽ എടുത്ത് കാണിക്കുവാണ്. ഇത് നിനക്കറിയാവോ, ഇത് എൻ്റെ ഷോപ്പിലാണെങ്കിൽ പ്രിൻ്റ് ചെയ്തതാണ്. ഇത് ആൽഫയുടെ സിമ്പലാണ്. നിന്റെ പെങ്ങളെ കൊന്നത് വേറെ ആരുമല്ല, പീറ്ററിൻ്റെ നേഴ്സാണ്. അത് പീറ്റർ പറഞ്ഞിട്ടാണ് ചെയ്തത്. അതെന്തിനാണെന്നറിയാവോ, അവൻ ആൽഫയാകാൻ വേണ്ടിയാണെന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പോകുവാണെന്ന് പറഞ്ഞ് ഇവനും അവിടുന്ന് പോകുമ്പോഴേക്കും നമ്മുടെ ഡെറിക്കുണ്ടല്ലോ, ആ ചങ്ങല വലിച്ചു പൊട്ടിക്കുവാണ്. ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറയുന്നു. ഇവിടെ സ്റ്റെയിനും ജാക്സനും കൂടെ ഡെറിക്കുള്ള ലൊക്കേഷനിലേക്ക് രണ്ടുപേരും കൂടെ പോകുവാണ്. ഇതേ സമയത്താണെങ്കിൽ അവിടെ ആർഗറ്റാണെങ്കിൽ വരുന്നു. രണ്ടുപേരും എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു. രണ്ടുപേരുടെ അടുത്തും എനിക്കൊരു കാര്യങ്ങൾ അറിയണമെന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പോയി ഒരു റൂമിൻ്റെ അകത്തിട്ട് അടച്ചു വെക്കുവാണ്. ഇതിനാണെങ്കിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇപ്പോൾ ആർക്കറ്റും പറയുവാണ്, നിനക്കറിയാമോ നീ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. നിൻ്റെ കൂട്ടുകാരനാണെങ്കിൽ ഒരു വോൾഫാണ്. ഫുൾ മൂൺ ആയിക്കഴിഞ്ഞാൽ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവന് തന്നെ അറിയത്തില്ല. ഇപ്പോഴും നീ അവനെ ആണെങ്കിൽ സംരക്ഷിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. നിന്നെപ്പോലെ തന്നെയാണ് ഞാനും, എൻ്റെ ഫ്രണ്ടിനെ ഞാൻ സംരക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഫുൾ മൂൺ ആയപ്പോൾ ഒരു വോൾഫായി മാറി എന്നെ തന്നെ കൊല്ലാൻ വന്നു. അവസാനം എൻ്റെ കൈ കൊണ്ട് തന്നെ അവനെ കൊന്നുവെന്ന് പറയുന്നു. ഇപ്പോൾ സ്റ്റെയിനൊരു കാര്യം ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് ആ ഡെറിക്കിൻ്റെ ഫാമിലിയുള്ള എല്ലാവരെയും കത്തിച്ച് കളഞ്ഞതെന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് ആർഗറ്റ് പറയുവാണ്. ഇതേ സമയത്ത് നിങ്ങൾ ചെയ്തിട്ടില്ലായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ചിലപ്പോൾ നിങ്ങളുടെ അനിയത്തി കൂടെ ആകാമെന്ന് പറയുമ്പോഴേക്കും ഈ ആർഗറ്റിന് കാര്യം മനസ്സിലാകുവാണ്. സ്കോട്ടും ഡെറിക്കും കൂടെ ആ ഡെറിക്കിൻ്റെ വീടില്ലേ അങ്ങോട്ടാണെങ്കിൽ പോകുവാണ്. സ്കോട്ടും ചോദിക്കുന്നു, അവരാണെങ്കിൽ ഇവിടെ വരുമെന്ന് നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുന്നു. പീറ്റർ എന്നെ തേടി ഇവിടെ എന്തായാലും വരുമെന്നാണെങ്കിൽ ഡെറിക്ക് പറഞ്ഞു തീർക്കുന്നു. പെട്ടെന്ന് തന്നെ ഡെറിക്കിനെ ആരും അമ്പ ചെയ്യുവാണ്. ആരെന്ന് നോക്കുമ്പോൾ ആലീസനും കേറ്റും കൂടെ ചേർന്നിട്ടാണ് ഇവനെ അമ്പ ചെയ്തിരിക്കുന്നത്. അടുത്ത അമ്പാണെങ്കിൽ സ്കോട്ടിൻ്റെ ദേഹത്തിട്ട് കൊള്ളുന്നു. ഇവർക്ക് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല. ഇതേ സമയത്താണെങ്കിൽ വീണ്ടും ആണെങ്കിൽ ഇവർ അമ്പ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷമാണെങ്കിൽ അവിടെ കേറ്റ് ആണെങ്കിൽ നടന്നു വരുന്നു. സ്കോട്ടിനും ആണെങ്കിൽ എഴുന്നേക്കാൻ സാധിക്കുന്നില്ല. എന്താണ് സംഭവിച്ചതെന്നും അവന് മനസ്സിലാകുന്നില്ല. ഇതേ സമയത്താണെങ്കിൽ ആലീസൻ അവിടെ വരുന്നു. ആലീസിൻ്റെ അടുത്ത് എല്ലാ കാര്യം പറയുവാണ്. ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നു. എനിക്കറിയാം നീ അവസാനം ഇതൊക്കെ തന്നെ പറയുമെന്ന്, എനിക്ക് നിന്നെ വിശ്വാസമില്ലെന്ന് പറയുമ്പോഴേക്കും അവിടെ കേറ്റ് നടന്നു വരുന്നു. ഇനി പറയാനൊന്നുമില്ല, ചെയ്യാൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞ് ഗണ്ണെടുത്ത് ഡെറിക്കിനെ ഷൂട്ട് ചെയ്യുന്നു. ഇനി അവനെ കൊല്ലേണ്ടത് നീയാണെന്ന് പറഞ്ഞ് ഗണ്ണാണെങ്കിൽ ആലീസിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. എന്നാൽ ആലീസൻ അത് മേടിക്കുന്നുമില്ല. നീ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുവാണ്. ഇപ്പോഴാകട്ടെ അവിടെ ആർഗറ്റ് വരുന്നു. മര്യാദയ്ക്ക് ആ ഗണ്ണാണെങ്കിൽ താഴെ ഇറക്കാൻ പറയുന്നു. ഇത് കേട്ടിട്ട് കേറ്റിനും ദേഷ്യം വരുവാണ്. നിങ്ങൾക്കറിയത്തില്ല, ഇത്ര ആളുകളെ കൊന്നത് ഇവനാണെന്ന് പറയുന്നു. ഇത്ര ആളുകളെ കൊന്നത് ഇവനല്ല, ഈ കൊലപാതകമൊക്കെ ചെയ്ത ആൽഫയാണ്, അല്ലാതെ ഇവനല്ല. എന്നാൽ അതിന് കാരണവും നീ തന്നെയാണെന്ന് പറയുന്നു. ഡെറിക്കിൻ്റെ ഫാമിലിയിലുള്ളവരെല്ലാവരെയും കൊന്നില്ലേ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതെ, ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് കേറ്റ് ആണെങ്കിൽ സമ്മതിക്കുവാണ്. ആർഗറ്റ് ആകട്ടെ കേറ്റിൻ്റെ നേരെ ഗണ്ണാണെങ്കിൽ ഫയർ ചെയ്യുന്നു. ഇപ്പോൾ അവളുടെ ദേഹത്തെ കൊണ്ടില്ല. അടുത്തതാണെങ്കിൽ നിനക്കിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും ഡെറിക്കിൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. അത് ആൽഫയാണ്. എല്ലാവരും തന്നെ പേടിച്ചാണെങ്കിൽ നിൽക്കുമ്പോഴേക്കും ഇവരെ ഓരോരുത്തരായിട്ടാണെങ്കിൽ ആൽഫയാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. ഇത് കണ്ടിട്ട് ഇവരെല്ലാവരും തന്നെ വളരെ പേടിക്കുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ കേറ്റു ആൽഫേനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോഴേക്കും അവിടെയാണെങ്കിൽ പീറ്റർ വരുവാണ്. പീറ്റർ ആണല്ലോ ആൽഫ. ഇത് കണ്ടിട്ട് കേറ്റ് ആണെങ്കിൽ ഷോക്കാകുന്നു. ഇപ്പം കേറ്റിനെ പിടിച്ചുകൊണ്ട് പീറ്ററും പറയുവാണ്, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നീ കൊന്നു, അതുപോലെ തന്നെ നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഞാൻ കൊല്ലുമെന്ന് പറയുന്നു. ഇതൊക്കെ തന്നെ ആലീസൺ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ 13 വർഷം എല്ലാമാണെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് എടുക്കുമെന്ന് പറഞ്ഞ് ഇവളുടെ കഴുത്താണെങ്കിൽ കണ്ടിച്ചാണെങ്കിൽ ഇവളെ കൊല്ലുകയും ചെയ്യുന്നു. ഇപ്പോൾ കേറ്റു ആണെങ്കിൽ അവിടെ വീണ്
മരിക്കുവാണ്. ഇപ്പോൾ ഈ സീനൊക്കെ കാണിക്കുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് ആലീസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോഴേക്കും ഡെറിക്കും സ്കോട്ടും കൂടെ അവിടെ വരുവാണ്. ഇപ്പം നേരെയാണെങ്കിൽ ഇവനെയാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ രണ്ടുപേരും ആണെങ്കിൽ മാറിയാണെങ്കിൽ പീറ്ററിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പീറ്ററിനൊന്നും സംഭവിക്കുന്നില്ല. കാരണം ഇവൻ ആൽഫയാണല്ലോ. ഇവരെക്കാണ് കൂടുതലാണെങ്കിൽ പവർ പീറ്ററിന് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് രണ്ടു പേർക്കും തന്നെ ഇവൻ്റെ അടുത്താണെങ്കിൽ എത്താൻ പോലും കഴിയുന്നില്ല. അവൻ്റെ വൂൾഫിൻ്റെ രൂപമാണെങ്കിൽ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇതൊക്കെ ഒരു സൈഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയാകട്ടെ ജാക്സനും സ്റ്റെയിനും കൂടെ ആണെങ്കിൽ ഒരു മരുന്ന് കൊണ്ട് വരുന്നു. ഈ മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ആൽഫേനെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവരുള്ള സ്ഥലത്തേക്ക് വരുവാണ്. ഇവിടെയാകട്ടെ ആൽഫയാണെങ്കിൽ ആ വീട് തന്നെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മാറിയാണെങ്കിൽ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വന്ന സ്റ്റെയിനാകട്ടെ ആ മരുന്നിൻ്റെ ബോട്ടിലെടുത്ത് ആൽഫയുടെ ദേഹത്തേക്ക് എറിയുവാണ്. എന്നാൽ ആൽഫയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കാരണം അത് അവൻ ക്യാച്ച് പിടിച്ചിരിക്കുകയാണ്. ആലീസിൻ്റെ കയ്യിലിരിക്കുന്ന അമ്പ് വെച്ചിട്ട് നേരെയാണെങ്കിൽ ആ മരുന്നിട്ട് നോക്കി ഷൂട്ട് ചെയ്യുവാണ്. ആൽഫയുടെ ദേഹത്ത് തീ പിടിക്കുന്നു. അതേസമയത്ത് ജാക്സൺ ആണെങ്കിൽ ആ മരുന്ന് വീണ്ടും വലിച്ചെറിയുന്നു. ഇതുകൊണ്ട് അവൻ്റെ ദേഹം തന്നെ കത്തിയാണെങ്കിൽ അവൻ തന്നെ ഇല്ലാതായി പോകുകയാണ്. എല്ലാവരും ഇത് കണ്ടിട്ട് പേടിച്ചാണെങ്കിൽ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഈ സമയത്താകട്ടെ സ്കോട്ടിൻ്റെ മുഖം തന്നെ മാറിയോ വൂൾഫിൻ്റെ മുഖം പോലെ ആയിരിക്കുന്നു. ഇപ്പോൾ ആണെങ്കിൽ ആലീസൺ വന്നിട്ട് ഇവനാണെങ്കിൽ ഒരു കിസ്സാണെങ്കിൽ കൊടുക്കുന്നു. ആലീസൺ ഇപ്പോഴും സ്കോട്ടിനെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് അതിലൂടെ വ്യക്തമാകുന്നത്. ഇപ്പം പീറ്ററിൻ്റെ അടുത്തേക്കാണെങ്കിൽ ഡെറിക്ക് പോകുവാണ്. ഈ സമയത്ത് സ്കോട്ട് പറയുന്നു ഇവൻ ആൽഫയാണ്, ഇവനുണ്ടെങ്കിൽ എന്നെ പഴയ രീതിയിലേക്ക് ആൾക്കാൻ സാധിക്കും, അവനെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നു. ഇപ്പം ഡെറിക്ക് ഇവൻ്റെ അടുത്ത് വന്ന് നിൽക്കുവാണ്. നിങ്ങളെ ഒരാളെയും ഞാൻ വെറുതെ വിടത്തില്ലെന്ന് നമ്മുടെ പീറ്ററാണെങ്കിൽ ഇവനോട് പറയുവാണ്. ഇത് കേട്ടിട്ടാണെങ്കിൽ ഇവന് ദേഷ്യം വന്നിട്ട് അവൻ്റെ കൈയും കൊണ്ട് തന്നെ പീറ്ററിനെ കൊന്നുകളയുന്നു. ഡെറിക്കും പറയുവാണ് ഇനി ഞാനാടാ ഇവിടുത്തെ ആൽഫ എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ സീൻ കട്ട് ചെയ്യുന്നു. ഇവിടെ പോലീസ് ഓഫീസർ കേറ്റിൻ്റെ ഡെഡ് ബോഡിയാണ് കണ്ടെടുത്തുന്നു. അതേ സമയത്ത് അവളുടെ കയ്യിലുള്ള ആ ലോക്കറ്റും കാണുന്നു. ഇതുകൊണ്ട് ഇയാളൊരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ കൊലപാതകമൊക്കെ ചെയ്തത് ഇവളായിരിക്കും എന്ന് പറഞ്ഞ് അയാളും വിശ്വസിക്കുന്നു. ഇപ്പോൾ ലിതിയുടെ അടുത്താണെങ്കിൽ ഇവർ വന്ന് നോക്കുവാണ്. ഇവളുടെ മുറിവെല്ലാം തന്നെ ഉണങ്ങിയിരിക്കുന്നു. ഇവിടെ ഇനി വൂൾഫായി മാറുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും അതൊന്നും എനിക്കറിയത്തില്ല, ഇവിടെ എഴുന്നേറ്റാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. ജാക്സൺ ആകട്ടെ ഡെറിക്കിൻ്റെ വീട്ടിലേക്ക് വരുന്നു. എന്തിനെന്ന് വെച്ചാൽ ഇവൻ്റെ അടുത്ത് ചോദിക്കാനാണ്. എനിക്കാണെങ്കിൽ സൂപ്പർ പവർ വേണം, സ്കോട്ടിനുള്ള പോലെ തന്നെ പവറാണെങ്കിൽ എനിക്കും വേണമെന്നാണെങ്കിൽ പറയുന്നു. ഇത് കേട്ടിട്ടാണെങ്കിൽ ഡെറിക്കുവാണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ പല്ലാണെങ്കിൽ കാണിക്കുവാണ്. എന്താണ് നടന്നതെന്നറിയത്തില്ല. ഈ സമയത്താകട്ടെ ഇതിനെല്ലാത്തിനും കാരണമാണെങ്കിൽ ആലീസൺ ആണെന്ന് പറഞ്ഞ് പത്രത്തിലാണെങ്കിൽ വാർത്ത വന്നിരിക്കുന്നു. ഈ കൊലപാതകത്തിനൊക്കെ കാരണം ഇതാണെങ്കിൽ ഇവരാണെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതെല്ലാം ഒരു സൈഡിൽ നടക്കുമ്പോൾ ഈ സൈഡിലാകട്ടെ സ്കോട്ടും ആലീസനും കൂടെ മുകളിനടുത്ത് ടെറസിലാണെങ്കിൽ ഇടുന്ന് ചന്ദ്രനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടി ടീൻ വോൾഫിലെ സീസൺ 1 ആണെങ്കിൽ അവസാനിക്കുവാണ്. ഇപ്പോൾ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ലയോ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കോൺ ഞെക്കിക്കുക. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.